വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡ്സിലെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ അഡ്രസ്സിംഗ് മോഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ ഏതൊരു അഡ്രസ്സിംഗ് മോഡാണെന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ്: രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇത് കഴിഞ്ഞ പോളി ലെക്ചർ CS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? AX 1562H ആണ്. ആ 1562H നമുക്കൊരു ബ്രാക്കറ്റ് കൂടി ഉണ്ട് അല്ലേ? ആ സ്ക്വയർ ബ്രാക്കറ്റ് കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പം ഇതിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1562 ആ 1562 ഡയറക്റ്റ് അല്ല, മറിച്ച് അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അതായത് അതിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണോ അതായത് എഫക്റ്റീവ് അഡ്രസ്സാണ്. അപ്പോൾ അവ 1562 കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണോ അതാണ് നമ്മൾ എക്സിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇനി ഇവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണമായിരുന്നു? AX, 1562H എന്നായിരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. കാരണം അഡ്രസ്സിൻ്റെ പകരം അവിടെ ഇമ്മീഡിയറ്റ് നമ്മുടെ കറക്റ്റ് വാല്യൂ തന്നെയാണ് ഉള്ളതെങ്കിൽ അതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണെങ്കിലോ അവിടെ AX, BX എന്നായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണെങ്കിലോ അവിടെ അതെങ്ങനെയുണ്ടാവും? അതായത് മൂവ് AX, ബ്രാക്കറ്റിൽ BX കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. കാരണം BXൽ കൊടുത്തിരിക്കുന്നത് വാല്യൂ എന്ന് പറയുന്നത് എഫക്റ്റീവ് അഡ്രസ്സാണ്. ആ കൊടുത്തിരിക്കുന്നതിലാണ് നമ്മുടെ എന്തുണ്ടാവുക? നമ്മുടെ വാല്യൂ ഉണ്ടാവുക. ഇവിടെ BXൽ ഡയറക്റ്റായിട്ട് വാല്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോന്നും കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റും. ഓക്കെ. Next question, a stack organized computer is characterized by instructions with indirect addressing mode, direct addressing mode, zero addressing and index addressing. ഇത് ISR 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റാക്ക് ഓർഗനൈസ്ഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അതായത് നമ്മുടെ ടോപ്പിൽ എന്താണോ കിടക്കുന്നത് അതായിരിക്കും നമ്മൾ ഓപ്പറേഷൻ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ആഡ് എന്ന് കൊടുത്തിരിക്കുമ്പോൾ തന്നെ ആഡ് ഏതാ ടോപ്പിലുള്ള 2 എലമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി പറയേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇത്തരം കേസസിൽ നമുക്ക് അവിടെ അഡ്രസ്സിങ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്? അത് സീറോ അഡ്രസ്സിങ് മോഡായിരിക്കും. അപ്പോൾ എത്രത്തോളം ഇൻസ്ട്രക്ഷൻസിൽ ഓപ്പറൻസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സീറോ അഡ്രസ്സിങ്, 1 അഡ്രസ്സിങ്, 2 അഡ്രസ്സിങ്, 3 അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ. അവിടെ സീറോ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് സ്റ്റാക്കാണ്. അതുപോലെ 1 അഡ്രസ്സിംഗ് വരുന്നതുണ്ട്. ഇപ്പോൾ അക്യുമുലേറ്ററൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ ഓപ്പറൻറ്റ് മാത്രം മതിയായിരുന്നു. ഇനി 2 അഡ്രസ്സ് വരുന്ന കേസസ് ഉണ്ട്. ഇപ്പോൾ മൂവ് AX, BX എന്നൊക്കെ പറയുമ്പോൾ നമുക്കവിടെ 2 ഓപ്പറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ 2 അഡ്രസ്സാണ്. നേരെ മറിച്ച് 3 അഡ്രസ്സ് വരുന്നുണ്ട്. കാരണം R1, R2 അല്ലെങ്കിൽ R1, R2, R3 എന്നൊക്കെ രീതിയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, add R1, R2, R3 എന്നാണ് എങ്കിൽ R1 + R2 ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഏതിലേക്ക് സ്റ്റോർ ചെയ്യും? R1ലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ 3 ഓപ്പറൻസ് ഉണ്ടായിരിക്കും. അത്തരം കേസസിൽ വരുന്നതാണ് 3 അഡ്രസ്സിങ്. ഓക്കെ. Next question, immediate addressing modes can be used for loading internal registers with initial values, perform arithmetic and logical operations on data containing instructions. Which of the following is true? Only 1, only 2, both 1 and 2. Immediate mode refers to data in caches. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം? നമ്മൾ ചിലത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ഏതിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ലോഡിങ് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് വിത്ത് ഇനീഷ്യൽ വാല്യൂസ്. നമുക്ക് ഇനീഷ്യൽ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഇപ്പോൾ മൂവ് AX, 16
AX,1002H എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഏത് പറ്റും? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് കൊണ്ട് പറ്റും. അതുപോലെ തന്നെ ആഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഇപ്പോൾ ആഡ് R1, R2 ഈ രണ്ട് R1, 1002H ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും നമുക്ക് എന്തുകൊണ്ട് പറ്റും? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ രണ്ട് രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഏത്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ. And next question, the most appropriate matching for the following pairs: indirect addressing, immediate addressing, auto decrement addressing, loop pointers constants. ഇത് ISR 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയൊക്കെ ഏതൊക്കെ നമുക്ക് അറിയുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ നമുക്ക് കോൺസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് നമ്മൾ ഏത് പറഞ്ഞിട്ടുണ്ട്? കോൺസ്റ്റൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Y3 എന്ന് വരുന്ന ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഇവിടെ Y3 എന്ന് പറയുന്ന ഒറ്റൊരു ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എങ്കിൽ കൂടി നമ്മളൊന്ന് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമുക്ക് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഓക്കെ, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇംപ്ലിമെൻറ്റിങ് പോയിൻറ്റേഴ്സ് എന്നുള്ളത് ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് പോയിൻറ്റേഴ്സ് എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഓട്ടോ ഡിക്രിമെൻ്റ് അഡ്രസ്സിങ് അല്ലെങ്കിൽ ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാം? ഓപ്ഷൻ ഡി ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഏതൊക്കെ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളോട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്രസ്സിങ് മോഡ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കതുവഴി ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which addressing mode the effective address of the operand is calculated by adding a constant value to the content of the register? ഇപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ നമുക്ക് ആഡ് ചെയ്യാം. ആ ഒരു രജിസ്റ്ററിലെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു എഫക്റ്റീവ് അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അഡ്രസ്സിങ് മോഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡാണ്. ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡിൽ എന്താ നടക്കുന്നത്? നമ്മുടെ എന്താണോ ആ ഒരു ഓപ്പറൻറ്റ് പൊസിഷനിലുള്ളത് അത് പ്ലസ് രജിസ്റ്ററിലുള്ള ഇൻഡെക്സ് രജിസ്റ്ററിലുള്ള വാല്യൂ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു ഓപ്പ് കോഡ് ഉണ്ടാവും, ഒരു ഓപ്പ് കോഡ്, ദെൻ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു ഓപ്പറൻറ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും, ഓപ്പറൻറ്റ്. ഓക്കെ, ആ ഓപ്പറൻറ്റ് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം? പ്ലസ് ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടാവും, ഇൻഡെക്സ് രജിസ്റ്റർ. ആ ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ കൂടി ആഡിങ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ടു ദി കണ്ടൻറ്റ് ഓഫ് ദി ഇൻഡെക്സ് രജിസ്റ്റർ. അതാണ് എന്ത്? നമ്മുടെ ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ അഡ്രസ്സിങ് മോഡ് എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ബേസ് രജിസ്റ്റർ ആണെങ്കിൽ ബേസ് രജിസ്റ്ററിൽ വരുന്നത്, അതുപോലെ തന്നെ PC യിൽ വരുന്നത്, അതുപോലെ തന്നെ ഇൻഡെക്സ് രജിസ്റ്ററിൽ വരുന്നത്. ഇപ്പോൾ റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ്, ഈ ഓരോ അഡ്രസ്സിങ് മോഡ്സും എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.